DreamBakes Delights പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആണ്. അത് സാധാരണ പോലത്തെ കേക്കല്ല, ഇതൊരു നമ്പർ കേക്കാണ്. ഇപ്പം 60 എന്ന് എഴുതിയിട്ട് അതിലേക്ക് ഒരു ക്രൗണും കൂടെ വെച്ച് കൊടുത്തേക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന കേക്ക്. ഇതിന് പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതിന് പ്രത്യേകം മോൾഡിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തതെന്ന്. അങ്ങനെയൊന്നുമല്ല, ഇതിന് പ്രത്യേകിച്ച് മോൾഡ് ഒന്നുമില്ല. സാധാരണ നമ്മളുടെ റൗണ്ട് ടിന്നിലോ അല്ലെങ്കിൽ സ്ക്വയർ ടിന്നിലോ ഏതെങ്കിലും ടിന്നിൽ ബേക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കാർവ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിനുള്ള കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മുടെ DreamBakes Delights എന്ന ഈ ചാനലിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കേക്ക് ഡെക്കറേഷനും ബേക്കിങ്ങുമാണ്. ഇടയ്ക്ക് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇങ്ങനെയുള്ള നമ്പർ കേക്കുകൾ നമുക്ക് എത്ര കിലോയിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. മിനിമം ഒരു 2 കിലോയിൽ ചെയ്യാം. തീരെ ചെറുതാക്കിയത് നമുക്കത് കാർവ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഓർഡറിൽ അവർക്ക് വേണ്ടത് മാക്സിമം 2.5 കിലോയോളം മതി എന്ന് പറഞ്ഞു. നമുക്ക് 6 വേണം, 0 വേണം, പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ക്രൗണും വേണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ബേക്ക് ചെയ്താലാണ് എനിക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുന്നതെന്നും ഇതിനെ ഞാൻ എങ്ങനെ ഒരു ബോർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ഒന്ന് നേരത്തെ തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് സ്ക്വയറിലുള്ള ഒരു കേക്ക് ബോർഡ് സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ വേണം എനിക്ക് ഈ 2 നമ്പറും ഈ ക്രൗണും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചെയ്തത് 8 ഇഞ്ച് റൗണ്ടിലുള്ള 2 കേക്ക് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ 8 ഇഞ്ച് റൗണ്ടുള്ള കേക്കിൻ്റെ പാൻ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പറിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ആ കേക്കിൻ്റെ വലുപ്പം എത്രയുണ്ടാകും എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട്. എന്നിട്ട് ഈ വട്ടത്തിനകത്ത് തന്നെ, ഈ പേപ്പറിനകത്ത് തന്നെ നമ്മളുടെ ഓരോ ഡിജിറ്റ്സും ഒന്ന് വരച്ചെടുക്കണം. കാരണം നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കേക്കിലേക്ക് നമ്മളൊരു 6 അല്ലെങ്കിൽ 0 ഏത് നമ്പർ കട്ട് ചെയ്താലും അത് അത്ര ഭംഗിയിൽ വരണമെന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടാകും. ഗൈഡൻസിന് നമുക്കൊരു പേപ്പർ ആവശ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 റൗണ്ടിലും ഒരു 0യും, ഇപ്പോൾ 0 കട്ട് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഞാൻ പേപ്പർ 4ആയിട്ട് ഫോൾഡ് ചെയ്തു. എന്നിട്ട് അതിൽ കറക്റ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ വരച്ച് ചെയ്ത് നമുക്ക് തുറന്ന് കഴിയുമ്പോൾ നല്ല ഒരു ഷേപ്പിലുള്ള 0 കിട്ടും അല്ലേ. അപ്പോൾ 0 ഇതുപോലെ വെട്ടിയെടുത്ത് മാറ്റി വെച്ചു. ഇനി 6ന് നമുക്ക് പ്രത്യേകിച്ച് ഫോൾഡിങ് ഒന്നും പറ്റില്ല. അപ്പോൾ മാക്സിമം അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ എഡ്ജൊക്കെ കവർ ചെയ്ത് ഒരു 6 ഇങ്ങനെ ഡ്രോ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റുന്നു. അപ്പോൾ നമുക്ക് 6ഉം 0യും റെഡിയായി. ഇനി വേണ്ടത് ആ 6നെയും 0യെയും കവർ ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ക്രൗണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം മെഷർമെൻ്റ് എടുത്തു. അതിനും വേണ്ട ഒരു ക്രൗണ് പോലെ ഇതുപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി. ഇനി അപ്പോൾ എൻ്റെ ബോർഡിൽ അത് വെച്ച് നോക്കിയപ്പോൾ കറക്റ്റാണ് അല്ലേ. ബോർഡിനുള്ളിൽ നിൽപ്പുണ്ടോ, ഒന്നും പുറത്തേക്കൊന്നും മാറിയൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ അത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതനുസരിച്ച് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുകയാണ്. 2 8 ഇഞ്ച് റൗണ്ടിലുള്ള കേക്കും പിന്നെ ഞാനൊരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു സ്ക്വയറിലുള്ള കേക്കും വെച്ചു. അപ്പോൾ 2.5 കിലോയാണ് നമ്മുടെ ഓർഡർ എങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബേക്ക് ചെയ്യുന്നത് ഒരു 3-3.5 കിലോയുടെ റെസിപ്പി ആയിരിക്കണം. കാരണം നമ്മൾ കട്ട് ചെയ്ത് കാർവ് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് കേക്ക് അതിൽ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പറഞ്ഞ ആ ഒരു വെയിറ്റിൽ കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ബേക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കുകളെല്ലാം റെഡിയായി. ഇനി നമ്മുടെ കേക്ക് എടുക്കുകയാണ്. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ഡോം ഷേപ്പ് കേക്കിനുണ്ടെങ്കിൽ ഒട്ടും അത് പറ്റില്ല. നമുക്ക് ശരിക്കും ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കേക്കിൻ്റെ മുകളിലത്തെ ആ ഡോം ഷേപ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. രണ്ട് കേക്കിൻ്റെയും ആ ഡോം ആയിട്ട് വരുന്ന ഭാഗം കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ ഈ ക്രൗൺ ചെയ്യാനായിട്ട് എനിക്ക് കേക്കിൻ്റെ കുറച്ച് ഭാഗം മാത്രം മതിയല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ഒരു പോർഷനും ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റി. എന്നിട്ട് അതിൻ്റെയും ആ ഡോം നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി. നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ലെയേഴ്സ് തന്നെ വേണം. ഈ കേക്ക് നമ്മൾ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 ലെയർ നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ട് തന്നെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ ആ ഒരു ഭംഗി ഇതിന് കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കേക്കും നമ്മൾ നന്നായി ഫ്ലാറ്റ് ആക്കിയിട്ട് അതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി
നമ്മൾ ഒരു പേപ്പറിൽ വരച്ച് വെച്ച് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്രൗണും നമ്പറും എല്ലാം എടുത്തിട്ട് ഇതിൻ്റെ കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചു കൊടുത്തു. എന്നിട്ട് അത് മൂവ് ചെയ്ത് മാറി പോകാതിരിക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ആ സ്ഥലത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ കൊണ്ടൊരു ടൂത്ത് പിക്ക് അതിൽ കുത്തി വെച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഒരു നൈഫ് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൈഫ് എപ്പോഴും 90 ഡിഗ്രി ആംഗിളിൽ തന്നെ പിടിക്കണം, അതായത് സ്ട്രേറ്റ് പിടിക്കണം. ഇല്ലെങ്കിൽ ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നേരെ പിടിച്ച് താഴേക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി അതുപോലെ 0 വെച്ചു. ഇപ്പോൾ 0 നമ്മൾ ആ ഗൈഡൻസ് ആ ഒരു റൗണ്ടിൽ വരച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കിയോ കേക്ക് ഒരു മിനിമം കേക്ക് നമുക്കിവിടെ വേസ്റ്റ് ആവുന്നുള്ളൂ. 2 സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊരു മിനിമം കേക്കേ വേസ്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കേക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. 0യുടെ ഉള്ളിലെ ആ പോർഷനും അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് സ്പൂണും കൊണ്ടൊക്കെ അത് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയും കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആകും എന്നൊന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന കേക്ക് പീസ് കൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. കേക്ക് പോപ്സ് ചെയ്യാം, കപ്പ് കേക്ക് തന്നെ ചെയ്യാം. ഇനി അതല്ല ചീസ് കേക്ക് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ആവശ്യമുള്ള കേക്ക് മാത്രം നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തു വെച്ചു. ഇനി നമ്മുടെ റെക്റ്റാങ്കിൾ നമ്മുടെ കേക്ക് ബോർഡ് എടുത്തിട്ട് ആദ്യത്തെ ലെയർ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. 6ഉം 0യും ക്രൗണും ഫസ്റ്റ് ലെയർ വെച്ചു. ഇനി നമ്മൾ ഈ കേക്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ഫുള്ള് ചുറ്റും നമ്മൾ ക്രീം ഒന്നും വെച്ച് കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നൊന്നുമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതിങ്ങനെ കേക്ക് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ സൈഡൊക്കെ ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കേക്കിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് നല്ലൊരു കോമ്പിനേഷനാണ് ഇതിന്. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് പക്ഷേ നല്ല ലൂസ് ആക്കിയിട്ട് അതിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നീട്ടിയെടുത്ത് എന്നിട്ട് അതിങ്ങനെ ഞാനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേക്കിൽ. അപ്പോൾ അതങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കേക്ക് നന്നായിട്ട് മോയിസ്റ്റായിട്ട് ഇരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ എഡ്ജിലൊക്കെ നന്നായിട്ട് ഈ സൊല്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഷുഗർ സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതും യൂസ് ചെയ്യാം. എന്താണെങ്കിലും ഏത് സൊല്യൂഷനാണോ നമ്മൾ കേക്ക് വെറ്റാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിങ്ങനെ പതുക്കെ ബ്രഷ് കൊണ്ട് അതിൻ്റെ എഡ്ജിൽ പ്രത്യേകിച്ച് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. കാരണം നമ്മൾ പറഞ്ഞതുപോലെ കവർ ചെയ്യുന്നില്ല കേക്കിനെ ഫുള്ളായിട്ട്. അപ്പോൾ ഈ ഡിസൈനിൽ നമ്മൾ കേക്കിനെ ലെയറായിട്ട് നമ്മൾ ഐസിങ് കൊടുക്കുമ്പോൾ അത് നൈഫ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തൊന്നുമില്ല. പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് വിൽട്ടൻ്റെ 4B എന്ന് പറഞ്ഞ ടിപ്പാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ടിപ്പിൽ പൈപ്പ് ചെയ്താലായിരിക്കും കൂടുതൽ ഭംഗിയെന്ന്. പക്ഷേ ഇതല്ല, നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ടിപ്പ് യൂസ് ചെയ്യേണ്ട, നിങ്ങൾ റൗണ്ട് ടിപ്പ് തന്നെ എടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. അതായത് വിൽട്ടൻ്റെ ആണെങ്കിൽ 2A എന്ന് പറഞ്ഞ ഈ റൗണ്ട് നോസിലെടുത്ത് നമ്മൾ പൈപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഞാൻ എന്തായാലും ടോപ്പ് ലെയറിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൈപ്പ് ചെയ്ത് ഇതുപോലെ പൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കേക്കിൻ്റെ എഡ്ജിൽ ആദ്യം കവർ ചെയ്യുക. എഡ്ജ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ഉള്ളിലുള്ള സ്ഥലം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അങ്ങനെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത കേക്കിൻ്റെ സെക്കൻഡ് ലെയർ നമ്മൾ സൂക്ഷിച്ച് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ലൂസാക്കിയ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതുപോലെ ഇതിലും ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം സൈഡിൽ പൈപ്പ് ചെയ്യുന്നു, ഓരോ നമ്പറിൻ്റെ സൈഡിൽ പൈപ്പ് ചെയ്യുന്നു, പിന്നെ ഉൾഭാഗം ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ലെയറും വെച്ചു. ലാസ്റ്റത്തെ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത്. ഈ നോസിലിനെക്കാട്ടും നല്ലത് നമ്മുടെ റൗണ്ട് നോസിലാണെന്നുള്ളത്. പൈപ്പിംഗ് ബാഗിൽ റൗണ്ട് നോസിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് ഈ റൗണ്ടിലുള്ള ഡോട്ട്സ് ആയിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഭംഗിയുണ്ട്, ഇതല്ലേ നല്ല രസമുള്ളത്. ഇതായിരുന്നു ഞാൻ താഴെയും ചെയ്യേണ്ടിയിരുന്നത്, എങ്കിൽ കേക്ക് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കിട്ടിയാണ്. എന്തായാലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് വന്നു. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ റൗണ്ട് നോസിലാണ് ഇതിന് ഏറ്റവും നല്ലത്. അങ്ങനെ ഇതുവാണെങ്കിലും നമ്മൾ സൈഡിൽ ആദ്യം ഫില്ല് ചെയ്തു, എന്നിട്ട് ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല. ഇപ്പോൾ ടോപ്പ് ലെയറിൽ നമ്മൾ സൈഡിൽ ഉള്ള ബോർഡർ പോലെ പൈപ്പ് ചെയ്തു, എന്നിട്ട് ഉള്ളിലത്തെ നമ്മൾ പ്രത്യേകിച്ച് ഫില്ല് ചെയ്യുന്നില്ല. കാരണം വേറെ ഉള്ള ഫില്ലിങ്സും ടോപ്പിങ്സും ഒക്കെ കൊടുത്ത് നമ്മളിത് സെറ്റ് ചെയ്യുകയാണല്ലോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഫ്ലേവറും ചോക്ലേറ്റും ഗോൾഡ് ആൻഡ് മെറൂൺ ആ ഒരു തീമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ചോക്ലേറ്റ് ക്രീം ഞാൻ അതുകൊണ്ട് റോസറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു കൊടുക്കുന്നു. അപ്പം ലൈറ്റ് ടു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരുന്നു ഇവർക്ക് വേണ്ടത്. കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ക്രീം എടുത്തിട്ട് വേറൊരു അവിടെ യൂസ് ചെയ്തേക്കുന്ന ഇതുപോലെ ഈ നോസിലാണ് വിൽട്ടൻ്റെ 4B. അതിൽ ഓരോരോ ചെറിയ ചെറിയ ഇതിട്ട് കൊടുത്തേക്കുന്നു. പിന്നെ അടുത്ത നോസിൽ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ രണ്ടാമത് എടുത്തേക്കുന്ന 4B ആണ്. ആ നോസിൽ കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം കൊണ്ട് പൈപ്പ് ചെയ്തു. പിന്നെ അതുപോലെ റൗണ്ട് നോസിലും സ്റ്റാർ നോസിലും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ചോക്ലേറ്റും സാധാരണ ചോക്ലേറ്റും അങ്ങനത്തെ അവരെ ഇഷ്ടമുള്ളതൊക്കെ നല്ല രസമുള്ളതൊക്കെ എടുത്ത് വെച്ച് അതിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. അങ്ങനെ കേക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഇങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ല, മറ്റേ കേക്കിനെ പോലെ ലെവൽ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. ഇതിൻ്റെ പൈപ്പിംഗ് ഒക്കെ ഇച്ചിരി എളുപ്പമാണ് അല്ലേ, കാരണം നമുക്ക് നല്ല ലെവൽ ചെയ്ത് കിട്ടുകയും കവർ ചെയ്യുകയും അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ ഇത് മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു ലുക്കുമാണ്. പ്രത്യേകിച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാർ 60, 70 ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരുടെ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് ക്രീമല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് അവർക്കും കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഓരോ നമ്മുടെ കളർ തീമൊക്കെ അനുസരിച്ചും ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചും ഒക്കെ ഇങ്ങനത്തെ നമ്പർ കേക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.